അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷൻസ. ഞാനിന്ന് പഠിപ്പിക്കാൻ പോകുന്നത് നാച്ചുറൽ മത്താണ്. നാച്ചുറൽ മത്തിന് 3 ലെറ്റേഴ്സാണ് ഉള്ളത്. അലിഫ്, വാവ്, യാ. അതിൻ്റെ അർക്കത്തുകളാണ് ഫതഹ്, കെസർ, ലമ്മ. നാച്ചുറൽ മത്ത് വെറും 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 ഹർക്കത്തുള്ള നിലയിൽ മാത്രം നീട്ടിയാൽ മതി. ഒരുപാട് ടൈമൊന്നും നീട്ടേണ്ട ആവശ്യമില്ല. വെറും 1 സെക്കൻഡ് നീട്ടിയാൽ മതി. വലിയ കട്ടി കൂട്ടിയിട്ട് സൗണ്ട് കൂട്ടിയിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. 1 സെക്കൻഡ്. ചില വേർഡ് മാറുന്നത് ചിലപ്പം ഈ അലിഫ്, വാവ്, യാ വന്നിട്ടാണ്. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കത്തബ് എന്നുള്ള വാക്ക് കിതാബ് എന്നാണത്. അതിൻ്റെ അവിടെ അലിഫ് എന്ന് പറഞ്ഞ സംഭവം, അലിഫ് എന്ന് പറഞ്ഞൊരു ലെറ്റർ വന്നിട്ടാണ്. പിന്നെ ഹലുദ എന്നുള്ള വാക്ക് ഹുലൂദ് എന്നാവുന്നത് അവിടെ ഒരു വാവ് വന്നിട്ടാണ്. അതുപോലെ തന്നെ സഹിക എന്നുള്ള വാക്ക് സഹീഖ് എന്നാവുന്നത് അവിടെ ഒരു യാ വന്നിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നീട്ടാനുള്ള ഓരോരോ അക്ഷരങ്ങൾ വരുമ്പോഴാണ് അതിൻ്റെ വേർഡ് തന്നെ ചിലപ്പം മാറുന്നത്. ഖുറാനിൽ പക്ഷേ നീട്ടാനുള്ളതിന് ഒരു പ്രത്യേക രീതിയിലാണ് കാണിക്കുന്നത്. അതിൻ്റെ ചിഹ്നങ്ങളാണ് അലിഫിനൊരു ചെറിയ കോമ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോലെയുള്ളൊരു ചിഹ്നമാണ്. വാവിന് ചെറിയ വാവാണ് ചിഹ്നം ഉണ്ടാവുക ഖുറാനിൽ. പിന്നെ യാൻ്റെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ചിഹ്നമായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. യാ മൂസക്കുള്ള ഇവിടെ ഒരു അലിഫിൻ്റെ ചിഹ്നം കാണും. ഇവിടെ ഒരു അലിഫിൻ്റെ ചിഹ്നമുണ്ട്. പിന്നെ ഇവിടെ ഒരു വാവിൻ്റെ ചിഹ്നമുണ്ട്. അപ്പോൾ യാ മൂസ. യൽവൂന. അപ്പോൾ ഇവിടെ നമുക്കൊരു വാവിൻ്റെ ചിഹ്നം കാണാം. യൽവൂന. ഈലാഫിഹിൻ്റെ ഇതൊരു യാൻ്റെ ചിഹ്നം കാണാം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, വാവ്, അലിഫ്, യാ എന്നീ അക്ഷരങ്ങൾ നീട്ടാൻ വന്നാൽ വെറും 2 സെക്കൻഡ് അല്ലെങ്കിൽ 1 സെക്കൻഡ് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. അതായത് നാച്ചുറലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അസ്സലാമു അലൈക്കും. ഇന്നത്തെ ക്ലാസ് തീർന്നു.